സംസ്ഥാനമൊട്ടാകെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഓരോ പാർട്ടിക്കാരും അവരുടെ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ PC ഇപ്പോഴും കോൺഗ്രസിൽ നിന്നും പുറത്തു തന്നെയാണ്. തിരിച്ചു വിളിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൂടിച്ചേർന്ന് മത്സരിക്കാമെന്നെല്ലാമുള്ള PCയുടെ കണക്കുകൂട്ടലുകളാണ് ഇവിടെ പാളിയത്. ഇതിനുശേഷമാണ് ജനപക്ഷം പാർട്ടിയിൽ നിന്ന് 20 മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ നിൽക്കുമെന്ന അറിയിപ്പും വന്നത്. എന്നാൽ പത്തനംതിട്ടയിൽ മാത്രമായി ഒതുങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. അതായത് ജനപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് PC ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ഇതിനെക്കുറിച്ച് ടോപ്പ് ന്യൂസ് കേരളയോടുള്ള PCയുടെ പ്രതികരണത്തിലേക്ക്. അതായത് പത്തനംതിട്ട മത്സരിക്കാൻ തന്നെയാണ് നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെല്ലാം കമ്മിറ്റി എല്ലാം പറഞ്ഞത്. പക്ഷേ ഇപ്പോ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഔദ്യോഗികമായിട്ട് വന്നിട്ടുണ്ട്. സുരേന്ദ്രൻ കഴിഞ്ഞ ശബരിമല ഇഷ്യൂവിൽ വിശ്വാസത്തോടൊപ്പം ഉറച്ച നിലപാട് സ്വീകരിക്കും. മാത്രമല്ല ഒരു മാസം ജയിൽ ശിക്ഷ പോലും അനുഭവിച്ച ആളാണ്. അങ്ങനെ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ PCയോടെ മത്സരിക്കണോ എന്നൊരു ചോദിച്ചെന്ന് ഉയർന്നിട്ടുണ്ട്. അത് 26-ാം തീയതി പാർട്ടി കമ്മിറ്റി നമ്മുടെ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈനലായിട്ട് തീരുമാനിക്കാം എന്നാണ് വെച്ചിട്ടുള്ളത്. കാരണം PCയോട് മത്സരിച്ച് ഒരു 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 അവിശ്വാസിക്ക് അവിടെ വിജയം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അത് ആലോചിക്കുന്നത്. 26-ാം തീയതി ഫൈനലായിട്ട് തീരുമാനിക്കാൻ കഴിയും. മത്സരിക്കുന്നതിൽ പത്തനംതിട്ട മാത്രം എന്നാണ് തീരുമാനം. പത്തനംതിട്ട നമ്മൾ പിന്തുണ ആൾക്ക് കൊടുക്കുന്നു. അതനുസരിച്ച് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും നമ്മുടെ പ്രവർത്തകർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പുതിയതായിട്ട് 26-ാം തീയതി തീരുമാനിക്കുന്നതാണ്. അതേസമയം കേരളത്തിൽ നിന്നും 9 സിറ്റിംഗ് MLA-മാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന വാർത്ത തന്നെ വളരെയധികം വിഷമിപ്പിച്ചുവെന്നും സിറ്റിംഗ് MLA ആയിരിക്കെ മത്സരിക്കാൻ പോകുന്നവർ MLA സ്ഥാനം രാജിവെച്ചിട്ട് പോകണമെന്നും PC ജോർജ് ടോപ്പ് ന്യൂസ് കേരളയോട് പറഞ്ഞു. എന്നാൽ മുരളീധരൻ MLA തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ എതിർപ്പില്ലെന്നും PC കൂട്ടിച്ചേർത്തു. PCയുടെ പ്രതികരണത്തിലേക്ക്. സത്യത്തിൽ അത് തന്നെ എന്നെ മത്സരത്തിൽ എനിക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുക. ഈ MLA-മാരായിട്ട് പാർലമെന്റിലേക്ക് മത്സരിക്കുക മാന്യതയുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ചിട്ട് മത്സരിക്കാം. ഒന്നാണ് തോറ്റു കഴിഞ്ഞാൽ തിരിച്ച് ദിവസമായിട്ട് നാണംകെട്ട പരിപാടിക്കാം. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം MLA-മാർ MLA-മാർ മത്സരിക്കുമ്പോൾ ഇപ്പം ബൈ ഇലക്ഷൻ വന്നാൽ എത്ര ലക്ഷം രൂപയാണ് സർക്കാർ ഖജനാവിൽ നഷ്ടപ്പെടുന്നത്, ജനങ്ങളുടെ പണം നഷ്ടപ്പെടുന്നത്. അപ്പൊ MLA-മാർ ആ കാര്യത്തിന് ഒരു ധാർമ്മികത കാണിക്കണം. ഭരണഘടന തന്നെ മാറ്റം വരുത്തുന്നതാണ് എന്റെ അഭിപ്രായം. കാരണം MLA-മാർ മത്സരിക്കണമെന്ന് അഭിപ്രായം മത്സരിച്ചാൽ ആ രാജിവെച്ചിട്ട് മത്സരിക്കാവൂ എന്നൊരു തീരുമാനം എടുക്കുക. അതോടൊപ്പം ആ ബൈ ഇലക്ഷന്റെ ചെലവ് അവരിൽ ഈടാക്കുക എന്നൊരു തീരുമാനം ഉണ്ടായാൽ ഈ ശല്യത്തിൽ നിന്ന് കേരളം രക്ഷപ്പെടുമെന്നാണ് ഇന്ത്യ രക്ഷപ്പെടുമെന്ന് എന്റെ അഭിപ്രായം. ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ MLA-മാരായിട്ടുള്ളവർ നിൽക്കേണ്ടി വന്നേക്കാം. ഉദാഹരണം CH മുഹമ്മദ് സാഹിബിന് ഇപ്പൊ അതാണ് ആരംഭം. അങ്ങനെ വളരെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ MLA-മാർ മത്സരിക്കണം. ഞാൻ അതിനെതിരല്ല. പക്ഷേ ഇതൊരു താരിപ്പാക്കി മാറ്റിയാലോ? ഇപ്പൊ ഉദാഹരണം ഈഡൻ MLA ഏറ്റവും നല്ല MLA ആണ്, അറിയാമോ? ഈഡൻ. ആ ഈഡൻ എന്തിനാ ഇപ്പൊ പാർലമെന്റിലേക്ക് മത്സരിക്കേണ്ട ആവശ്യം എന്താ? ആ നിയോജകങ്ങളുടെ പ്രശ്നം തീർത്താൽ പറയാം. അവരുടെ പാർലമെന്റിലേക്ക് പോകണം. പാർലമെന്റിലേക്ക് വേറെ ആളെ നിർത്തണം. നമ്മുടെ KV തോമസ് മോശമാണ്, അദ്ദേഹം നിന്ന് ജയിക്കില്ല. ആ സാഹചര്യമുണ്ട്. അവിടുത്തെ MLA-മാരെല്ലാം തന്നെ എതിരാണ്. അതൊക്കെ സത്യമാണ്. KV തോമസ് വേറെ ആളെ കിട്ടാനില്ലേ? കോൺഗ്രസ് ഇത്ര നേതൃദാരിദ്ര്യം ഉണ്ടോ? എനിക്കറിയില്ല. ഞാനും പറഞ്ഞത് അത് ഇതേപോലുള്ള MLA-മാർ ജോലി ചെയ്യാൻ നല്ലോണം ജോലി ചെയ്യുന്ന ആളാണ്. അതൊക്കെ അനുവദിക്കുന്നതിന് പകരം തന്നെ പാർലമെന്റിലോട്ട് വിടുക. ഇന്ത്യൻ പാർലമെന്റ് ഇപ്പൊ ഈയിടെ എന്തൊക്കെയാണ് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.